ഗായ്സ്, വി ആർ അഗെയിൻ ഇൻ ഓഫീസ്. അപ്പം നമ്മളുടെ ഒരു ഫ്രണ്ട് കുറേ നാൾക്ക് ശേഷം ഓഫീസിൽ വന്നിട്ടുണ്ട്. സോ നമുക്ക് അവനെ പരിചയപ്പെടാം. കണ്ടില്ലേ, ചുണ്ടരനെ പോലെ ഇരിക്കുന്നേ. എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ യൂട്യൂബ് ചാനലായിട്ട്? എന്തെങ്കിലും പറഞ്ഞേ പറ്റത്തുള്ളൂ, അതാ നിയമം. അത് ഫിൽറ്ററാണോ? എങ്ങനെയുണ്ട്? എന്തെങ്കിലും പറയാനുണ്ടോ? കുറേ നാളത്തെ ശേഷം ഓഫീസിൽ വന്നിരുന്നു. എന്തോ പറയാനുണ്ട്? വാട്ട്സ് യുവർ എക്സ്പീരിയൻസ്? വീട്ടിൽ പോയി എന്തൊക്കെ ചെയ്തു ഇത്രയും നാൾ? എവിടാ വീട്? എല്ലാം പറഞ്ഞു കൊടുക്ക്. ഇടുക്കിയിലെ മലനിരകളിലാണ് ഇവൻ്റെ വീട് ഗൈസ്. ഇടുക്കിയിലെ മലനിരകളിൽ. സോ നമ്മളെന്നും കാണിക്കുന്ന അതിഥി ഇവനിന്നൊരു പ്രത്യേകതയുണ്ട്. താടി മീശ ഗൈസ്. ഇവൻ്റെ ലിപ്സ്റ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കുന്നു. ഇവൻ്റെ ഇതെല്ലാം ഇവൻ വടിച്ച് കളഞ്ഞു. കണ്ടല്ലേ ഇവിടൊക്കെ ചുമന്നിരിക്കുന്നു. ഇതെല്ലാം ഇടിച്ച് കളഞ്ഞു ഗൈസ്. സോ നമ്മുടെ ജയിച്ച് നമ്മുടെ സ്ഥിര ഓഫീസിലുള്ള ചേട്ടൻ അതിൻ്റെ അകത്തിരിപ്പുണ്ട്. സോ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുവാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ആരോണ്ടും നമ്മളെ നോക്കി ചിരിക്കുന്നില്ല, അവരെന്തോ പറഞ്ഞിരിക്കുക. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. എന്താണ് കഴിച്ചത്? നീ എന്താ കഴിച്ചത്? ചോറ്. എന്ത് ചോറ്? തക്കാളി ചോറ്. വി ആർ ഇൻ കോയമ്പത്തൂർ. സോ നമുക്ക് തക്കാളി ചോറ്, തൈര് സാധനം ഇതൊക്കെ കിട്ടത്തുള്ളൂ. സോ ഇവൻ കഴിച്ചത് എന്താണ്? എന്ത് ചോറ്? തക്കാളി ചോറ്. ഞാൻ കഴിച്ചത് എന്താ? കേർഡ് റൈസ്. ഓക്കെ, നീ എന്താ കഴിച്ചത്? തക്കാളി ചോറ്. ഇന്നത്തെ നീ വലിയ മൂടോട്ടായിട്ടിരിക്കുന്നു. എന്തെങ്കിലും പറയാം നമ്മുടെ യൂട്യൂബ് ചാനൽ ഗൈസ്. പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. ദിസ് വാസ് അവർ മെയിൻ ടോപ്പിക്. നമ്മുടെ പ്രഗീൻ്റെ കാമുകി പ്രഗീനെ തേച്ചു. സോ പ്രഗീന് അത്യാവശ്യമായിട്ട് പ്രഗീന് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പെണ്ണില്ലാതെ പറ്റത്തില്ല. സോ നിങ്ങൾക്ക് ആരുടെയെങ്കിലും പരിചയത്തിന് ഒരു പെണ്ണുണ്ടെങ്കിൽ ഏതുതരം പെണ്ണിനെ വേണ്ടേ? എന്ത് പെണ്ണിനെ വേണ്ടേ? സോ ഇതിൻ്റെ അർത്ഥം എന്താ? സിംഗിൾ. സോ പ്രഗ്നൻറ്റ് സിംഗിളായിരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.